മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ലീലാഹേലാനന്വിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർത്തിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. അതിൽ ദേവി ഒരു അത്യധികമായിട്ടുള്ളൊരു ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ടിട്ട് ലോകം മുഴുവനെ സംക്ഷുബ്ധമായി എന്ന് പറയുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. ചുക്ഷുഭു സകലാലോകാ സമുദ്രാശ്ച കമ്പിരേ ചചാല വസുധാ ചേലു സകലാശ്ച മഹീധരാः ജയേതി ചമുദാ ദേവാസ്താമൂചുഃ സിംഹവാഹിനീം തുഷ്ടൂർമുനയശ്ചൈനം ഭക്തിനമ്രാത്മമൂർത്തയഃ. ചുക്ഷുഭു സകലാലോകാഹ, എല്ലാ ലോകങ്ങളും ക്ഷോഭിച്ചു എന്നാണ്. ശബ്ദം കേട്ടപ്പോൾ, അതിഗംഭീരമായിട്ടുള്ള അട്ടഹാസം കേട്ടപ്പോൾ എല്ലാ ലോകങ്ങളിലും ഉള്ളതായിട്ടുള്ള ജനങ്ങളൊക്കെ ക്ഷോഭിച്ചു. അങ്ങോട്ട് ലോകങ്ങൾ തന്നെ ക്ഷോഭിച്ചു, അവിടത്തായിട്ടുള്ള ജനങ്ങളും ക്ഷോഭിച്ചു, ക്ഷുബ്ധമായി എന്നാണ്. സമുദ്രാശ്ച ചകമ്പിരേ, സമുദ്രങ്ങളും വിറയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സമുദ്രാശ്ച ചകമ്പിരേ ചചാല വസുധ, ഭൂമി അതും ഒന്ന് ഇളകി മെറിഞ്ഞു എന്നാണ്. ചചാല വസുധ ചേലു സകലാശ്ച മഹീധരാഹ, സകലാഹ മഹീധരാഹ ച, എല്ലാ മഹീധരങ്ങളും എല്ലാ പർവ്വതങ്ങളും ചേലുഹു ചലിച്ചു. അതൊക്കെ പർവ്വതങ്ങളൊക്കെ ഇളകി വശായി എന്നുള്ളതാണ്. ആ ശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് പർവ്വതങ്ങളൊക്കെ ഇളകി മറിഞ്ഞു എന്നുള്ളതാണ്. ജയേതി, അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും, അത്ര ശക്തിയുള്ളതാണ് എന്നുള്ളത് ദേവന്മാർക്ക് മനസ്സിലായി. ഇതൊക്കെ ഉണ്ടായി വെച്ചാലും അവർക്ക് സന്തോഷം ഉണ്ടായി എന്നാണ് ഇനി പറയണത്. ജയേതി ച മുദാ ദേവാസ്തുഷ്ടു സിംഹവാഹിനീം, ദേവാസ്താമൂചു സിംഹവാഹിനീം തുഷ്ടൂർ മുനയശ്ചൈനാം ഭക്തി നമ്രാത്മമൂർത്തയഃ. ജയേതി ച മുദാ ദേവാസ്താമൂചു സിംഹവാഹിനീം, സിംഹവാഹിനിയായിട്ടുള്ള ആ ദേവിയോട്, സിംഹവാഹന വാഹനത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ഹിമാലയം, അപ്പോൾ ആ സിംഹവാഹനത്തിലിരുന്നതായിട്ടുള്ള ആ ദേവിയോട് ദേവാഹ ഊജുഹു, ദേവാഹ താം ഊജുഹു, ദേവന്മാർ ആ ദേവിയോട് പറഞ്ഞു. ജയേതി, ജയിക്കട്ടെ, ദേവി ജയിക്കട്ടെ എന്നിങ്ങനെ ദേവന്മാർ പറഞ്ഞു എന്നാണ്. സിംഹവാഹിനിയായിട്ടുള്ള ആ ദേവിയോട് ദേവന്മാർ ജയശബ്ദം പുറപ്പെടുവിച്ച് സന്തോഷം അറിയിച്ചു. തുഷ്ടു മുനയശ്ചൈനാം, മുനയഃ ച മഹർഷിമാരും, തുഷ്ടുവുഹു മുനയഃ ച ഏനാം എന്നാണ് പദം മുറിക്കുവോ. മുനയഃ ച മുനിമാരും മഹർഷിമാരും, ഏനാം തുഷ്ടുവുഹു ഈ ദേവിയെ തുഷ്ടുവുഹു സ്തുതിച്ചു. തുഷ്ടാവ് തുഷ്ടുവതു, തുഷ്ടുവു ബഹുവചനാണ്. ഏനാം തുഷ്ടുവുഹു ഈ ദേവിയെ സ്തുതിച്ചു. ഭക്തി നമ്ര ആത്മമൂർത്തയഃ, ഭക്തി കൊണ്ട് നമ്രമായ കുമ്പിട്ട ആത്മമൂർത്തിയോടുകൂടി, ശരീരങ്ങളോടുകൂടി, ആത്മമൂർത്തി മൂർത്തിച്ച ശരീരം, ആത്മമൂർത്തി താന്താങ്ങളുടെ ശരീരങ്ങൾ കുമ്പിട്ടുകൊണ്ട്, ഭക്തി നമ്ര ആത്മമൂർത്തയ ഭക്തി കൊണ്ട് കുമ്പിട്ടതായ നമ്രങ്ങളായ ശരീരങ്ങളോടുകൂടി മഹർഷിമാരും ആ ദേവിയെ സ്തുതിച്ചു എന്നാണ്. ദേവന്മാരും മഹർഷിമാരുമൊക്കെ ദേവിയെ സ്തുതിച്ചു. ഇനി ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരാരയ സന്നദ്ധ അഖില സൈന്യസ്തേ സമുക്തസ്ഥുരുദായുധാഹ. ഇനി അപ്പോൾ ദേവന്മാർക്ക് വളരെ സന്തോഷമായി ഈ ദേവിയെ കണ്ടപ്പോൾ. തങ്ങൾ എല്ലാ ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ദേവിയുടെ സന്തോഷത്തോടു കൂടിയുള്ളതായ അട്ടഹാസം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇനി ദേവന്മാർക്ക്, അസുരന്മാരുടെ കഥയാണ് ഇനി പറയണത്. ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം, ദൃഷ്ട്വാ കണ്ടിട്ട് അവർ എല്ലാം, ഈ ശബ്ദം ഉണ്ടായി, അത് കഴിഞ്ഞപ്പോൾ എല്ലാം ക്ഷോഭിച്ച് നിൽക്കുകയാണ്. പർവ്വതങ്ങളും ഭൂമിയും സമുദ്രവും ഒക്കെ ക്ഷോഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം, എല്ലാം അങ്ങനെ ക്ഷുബ്ധമായി നിൽക്കുന്നത് കണ്ടിട്ട് ത്രൈലോക്യം, സമസ്തം ത്രൈലോക്യം, ത്രൈലോക്യം മുഴുവനും
മൂന്ന് ലോകങ്ങളും മുഴുവനെ ക്ഷോഭിച്ച് വശായതായി കണ്ടിട്ട് അമരാദയ ത്രൈലോക്യം അമരാദയ ത്രൈലോക്യം അമരാരയ അമരന്മാരുടെ ശത്രുക്കൾ, അരികൾ ശത്രുക്കൾ, അമരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, ദേവന്മാരുടെ മരണമില്ലാത്തവർ എന്നുള്ളതാണ് അമരന്മാർ എന്ന്, അമരാഹ എന്നുള്ളതിനർത്ഥം. മരണമില്ലാത്ത ദേവന്മാർക്ക് മരണമില്ല എന്നാണല്ലോ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവന്മാരുടെ അരികളായ ശത്രുക്കളായിട്ടുള്ള അസുരന്മാർ സന്നദ്ധ അഖില സൈന്യാഹ സന്നദ്ധങ്ങളായ അഖില സൈന്യങ്ങളോടുകൂടി അവരുടെ സൈന്യമൊക്കെ നല്ലപോലെ ഒരുമ്പിട്ടു, യുദ്ധത്തിനായിട്ട് ഒരുമ്പിട്ടു. സന്നദ്ധ അഖില സൈന്യാഹ സന്നദ്ധമായ യുദ്ധത്തിന് ഒരുങ്ങിയതായ അഖില സൈന്യങ്ങളോടുകൂടി, എല്ലാ സൈന്യങ്ങളോടും കൂടി സൈന്യങ്ങൾ മുഴുവനെ യുദ്ധത്തിന് ഒരുമ്പിട്ടു എന്നുള്ളതാണ്. സമുത്തസ്തുഹു ഉദായുധാഹ ഉദായുധാഹ ആയുധങ്ങൾ ഉയർത്തിക്കൊണ്ട്, ഉദായുധാഹ ഉയർത്തിയതായ ആയുധങ്ങളോടുകൂടി ആയുധങ്ങൾ ഉയർത്തിക്കൊണ്ട് സമുത്തസ്തുഹു യുദ്ധത്തിനായിട്ട് ഒരുങ്ങി എണീറ്റ് വന്നു എന്നുള്ളതാണ്. ആ കിമേതദിതി ക്രോധാദാഭാഷ്യ മഹിഷാസുര അഭ്യധാവത തം ശബ്ദം അശേഷൈരസുരൈർവൃത. ആ കിമേതി, ഇതെന്താണ് എന്നുള്ളത് ഒരു ശബ്ദം, അത് ആശ്ചര്യമോ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം അത്രയേ ഉള്ളൂ അവിടെ. ആ കിമേതത്, ഇതെന്താണ് ഈ ശബ്ദം, എന്താണ് ഈ ശബ്ദം വരണത്? ഇതി എന്നിങ്ങനെ ക്രോധത്തോടു കൂടി, അതായത് ഇങ്ങനെ തന്നോട് ചോദിക്കാതെ കണ്ട് ഇങ്ങനെ ഒരു ശബ്ദം, ലോകത്ത് മുഴുവൻ തന്നെ ത്രൈലോക്യം മുഴുവൻ തൻ്റെ അധീനത്തിലായിരിക്കുകയാണ്, പിന്നെ ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുക എന്നുള്ള നിലയിൽ ക്രോധത്തോടു കൂടി ക്രോധാത് ആഭാഷ്യ പറഞ്ഞിട്ട് ആക്കിമേതത്, ഇത് എന്താണ് എന്നിങ്ങനെ ക്രോധാത് ആഭാഷ്യ ക്രോധത്തോടു കൂടി പറഞ്ഞിട്ട് മഹിഷാസുരൻ അഭ്യധാവത ആ ഭാഗത്തേക്ക് അഭിധാവത ആ ശബ്ദത്തിൻ്റെ നേരിട്ട് ഓടിച്ചെന്നു എന്നുള്ളതാണ്. അഭ്യധാവത തം ശബ്ദം അഭ്യധാവത, ആ ശബ്ദത്തിന് നേരിട്ട് ചെന്നു, ആ ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നു. തം ശബ്ദം അഭ്യധാവത, അതിന് നേർക്ക്, ആ ശബ്ദത്തിന് നേർക്ക് ചെന്നു, ആ ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നു എന്നുള്ളതാണ്. അശേഷൈഹി വൃതഃ ചുറ്റപ്പെട്ടുകൊണ്ട്, അശേഷമായിട്ടുള്ള അസുരന്മാരെ കൊണ്ട്, എല്ലാ അസുരന്മാരും പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സർവ അസുരന്മാരെയും കൂട്ടിക്കൊണ്ട് ആ ദേശത്തേക്ക് ചെന്നു മഹിഷാസുരൻ എന്നുള്ളതാണ്. ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ലളിതാംബികായൈ നമഃ.